ഏറ്റവും പ്രധാനമായി ഇന്നലെ ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലും യുഡിഎഫിന് ലീഡ് വന്നത് ഏറെ ശ്രദ്ധേയമായിരുന്നു. ആ ലീഡ് അത് ചെറുതൊന്നുമല്ല, 4590 വോട്ടിന്റെ ലീഡാണ് ബിജെപിയുടെ നഗരസഭയിൽ, ബിജെപി ഭരിക്കുന്ന നഗരസഭയിൽ കോൺഗ്രസിന് പോയത്, അല്ലെങ്കിൽ മറ്റ് മുന്നണിക്ക് പോയത്. അത് എങ്ങോട്ട് പോയി, ആ കോൺഗ്രസ് ബിജെപി വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യം നമ്മൾ ഇന്നലെ തന്നെ ആവർത്തിച്ചതാണ്. വോട്ട് ഒഴുകിയോ കോൺഗ്രസിലേക്ക് എന്നുള്ള ചോദ്യം നമ്മൾ ഇന്നലെ ചോദിച്ചു. അതോടൊപ്പം തന്നെ പ്രധാനമായും ബിജെപിക്ക് 10671 വോട്ട് കുറഞ്ഞത് നമ്മൾ ഇന്നലെ വളരെ വ്യക്തമായി സൂചിപ്പിച്ച കാര്യമാണ്. ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു പാലക്കാടൻ ബിജെപിയിൽ എന്നുള്ള വാർത്തകൾ വരുന്നു. ശിവരാജൻ രംഗത്ത് വന്നു, നേരത്തെ തന്നെ സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴിതാ വീണ്ടും അദ്ദേഹം വലിയ വിമർശനമായി രംഗത്ത് വരുന്നു. ഒപ്പം സന്ദീപ് വാചസ്പതി വരുന്നു, നേതൃത്വത്തിൽ മാറ്റമുണ്ടാകണം എന്ന് ആവർത്തിച്ചുകൊണ്ട്. എന്താണ് സംഭവിക്കുന്നത് പാലക്കാട്? പാലക്കാട് ബിജെപിയിൽ കഴിഞ്ഞ കുറെ കാലമുള്ള തർക്കങ്ങൾ, പ്രശ്നങ്ങൾ അതിപ്പോഴും തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പരിധിവരെ പരിഹരിച്ചിരുന്നു എന്നുള്ളതാണ് നേതാക്കളൊക്കെയും അവകാശപ്പെട്ടിരുന്നത്. പക്ഷെ അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് അടിത്തട്ടിൽ വരെ പ്രശ്നങ്ങളുണ്ട് എന്ന് ഫലത്തിൽ മനസ്സിലാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. അതിന്റെ ഒരു തുറന്നു പറച്ചിലാണ് എൻ ശിവരാജൻ ഒരു പരിധിവരെ നടത്തിയത്. അദ്ദേഹം പാലക്കാട്ടെ മുതിർന്ന ബിജെപി നേതാവാണ്, ദേശീയ നിർവാഹക സമിതി അംഗമാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സി കൃഷ്ണകുമാറിനെതിരെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പ്രവർത്തകരോട് സ്നേഹിച്ച് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ സി കൃഷ്ണകുമാർ തയ്യാറാകണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ായി അല്പം മുമ്പ് നമ്മൾ കേട്ടത്. സി കൃഷ്ണകുമാറും ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. രാവിലെ ന്യൂസ് 8 തന്നെ സംസാരിച്ചപ്പോഴാണ്. തീർച്ചയായും ദയവായി തുടരുക. നമുക്ക് ആ മറുപടി കേട്ടതിനു ശേഷം തിരിച്ചെത്താം. സി കൃഷ്ണകുമാറിന്റെ മറുപടി. ുള്ളവർ തങ്ങളുടെ ശൈലി മാറ്റണം എന്നൊക്കെ വ്യക്തിപരമായി തന്നെ പറയുന്നുണ്ട്. പാലക്കാട് മാറ്റങ്ങൾ ശിവരാജേട്ടൻ എൻ്റെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എല്ലാ ദിവസങ്ങളും ഉണ്ടായിരുന്നു. എന്നോട് അങ്ങനെ വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ യാതൊരു പ്രശ്നമില്ലാത്ത ആളല്ലേ. എന്നോട് എൻ്റെ സംഘടന, എൻ്റെ മുതിർന്ന നേതാക്കൾ പറയുന്നത് കൃഷ്ണകുമാറുടെ ഇന്ന ശൈലി മാറ്റണം പറഞ്ഞാൽ ഞാൻ 100% അത് മാറ്റും. ശൈലിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ തന്നെ പരിവാർ സംഘടനകളുടെ പ്രധാന ആളുകളിലോടൊക്കെ പറഞ്ഞു, എന്തെങ്കിലും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്ത് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പറയണം, എന്തെങ്കിലും തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം പറഞ്ഞ ആളാണ്. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ പറയണതാണ്. പാലക്കാട് ബിജെപിയുടെ തലപ്പത്തുള്ള പ്രശ്നങ്ങളാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ ബിജെപി? അങ്ങനെ അത് അദ്ദേഹം വലിയ ഒരു കഴിഞ്ഞ 10-40 വർഷമായിട്ട് പാലക്കാട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാർട്ടി വേദികളിൽ, പാർട്ടിയിൽ അദ്ദേഹത്തിന് പറയാനുള്ള സംവിധാനമുണ്ട്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള എടുക്കേണ്ട തിരുത്തലുകളാണെങ്കിൽ തിരുത്തും. അത് തിരുത്തലുകൾ എല്ലാ ഭാഗത്തും വേണമല്ലോ. അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ 100% തിരുത്തും. കെ സുരേന്ദ്രനെതിരെയും ചില ഒളിയമ്പുകളൊക്കെ വരുന്നുണ്ട്. സന്ദീപ് വാചസ്പതി പോലുള്ളവർ പറയുന്നത് സുരേന്ദ്രൻ പ്രവർത്തിച്ചിട്ടും വോട്ട് കുറഞ്ഞു, അത് പരിശോധിക്കണം എന്നുള്ളത്. ചേലക്കരയിൽ വോട്ട് കൂടിയതിന് അദ്ദേഹത്തിന് ക്രെഡിറ്റ് ഇല്ലേ? വയനാട്ടിൽ വലിയ ഡാമേജ് ഇല്ലാതെ ആ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ പങ്കുണ്ടല്ലോ. അപ്പോൾ ഒരു സംസ്ഥാന അധ്യക്ഷനെ മാത്രമല്ലല്ലോ കണ്ടിട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ബിജെപിക്ക് ഇതിനു മുമ്പ് വോട്ട് കുറഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളില്ല. അതൊക്കെ എല്ലാം സംസ്ഥാന അധ്യക്ഷന്മാരാണോ ഉത്തരവാദിത്വം? വിജയിച്ചാൽ എല്ലാവരും, പരാജയപ്പെട്ടാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ക്രൂശിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. യുദ്ധമുന്നണിയിലെ പടയാളികൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ യുദ്ധം ജയിക്കുന്നത് തന്നെ പറയണം, അല്ലാതെ തോൽക്കുന്നു പറഞ്ഞാൽ ഏതെങ്കിലും പടയാളി കൂടെ നിൽക്കുമോ? ജയിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം യുദ്ധം നയിക്കുന്ന പടനായകൻ എന്നുള്ള നിലയിൽ എൻ്റെയും കൂടെയുള്ള ആയിരക്കണക്കിന് പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനാണ്. പാലക്കാട് നഗരഭരണത്തിനെതിരായ വികാരം തിരിച്ചടിക്ക് കാരണമായെന്നാണ് ഇപ്പോൾ എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ന്യൂസ് 8 പ്രതികരിച്ച അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ജി ശ്രീജിത്ത് തുടരുന്നു. ശ്രീജിത്ത്, അതാണ് അദ്ദേഹം പറഞ്ഞത്, നഗരഭരണത്തിനെതിരായ വികാരമാണ് തിരിച്ചടിയായത്. തന്റെ ശൈലി മാറ്റാൻ തന്നോട് ആരും ആവശ്യപ്പെട്ടിരുന്നില്ല, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് മാറ്റിയേനെന്നും അദ്ദേഹം പറയുന്നു. ഇനി എന്ത് മാറ്റം പ്രതീക്ഷിക്കണം, എന്ത് സംഭവിക്കും പാലക്കാടിന്റെ ബിജെപിയിലൊപ്പം ദേശീയ നേതൃത്വത്തിൽ, സംസ്ഥാന നേതൃത്വത്തിൽ? എന്തായാലും പാലക്കാട് നഗരസഭയ്ക്കെതിരെ വലിയ പ്രചരണമുണ്ടായി എന്നാണ് സി കൃഷ്ണകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് വൈകിയാണ് തിരിച്ചറിഞ്ഞത്. പല പ്രചരണങ്ങളും അത് നഗരപരിധിയിലുള്ള വോട്ടുകൾ കുറയാൻ കാരണമായി. ഇപ്പോൾ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ അടക്കമുള്ളവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ വാർഡിലടക്കം വോട്ടുകൾ വല്ലാതെ
കുറഞ്ഞ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കേവലം സി കൃഷ്ണകുമാറിനെ മാത്രം പ്രശ്നമാക്കി കെട്ടിവെക്കാനുള്ള ഒരു നീക്കം ഫലത്തിൽ നടക്കുന്നതിനിടെയാണ് അദ്ദേഹം അതിന് ഫലത്തിൽ അങ്ങനെ ഒരു മറുപടി നൽകുന്നത് എന്നതും പ്രസക്തമാണ്. എന്തായാലും ഈ കെ സുരേന്ദ്രനെ മാറ്റണം എന്നൊക്കെയുള്ള അഭിപ്രായം പറയുന്നതിനെയും സി കൃഷ്ണകുമാർ ഒരു പരിധിവരെ, അതായത് ജയിച്ചാൽ എല്ലാവരുടെയും ജയം, തോറ്റാൽ ഒരാളുടെ തലയിൽ മാത്രം വെക്കുക എന്ന രീതി ശരിയല്ല എന്നാണ് സി കൃഷ്ണകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിൽ എന്തു മാറ്റമുണ്ടാകും എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. കാരണം കേവലം ഇവിടെ സുരേന്ദ്രൻ മാത്രം പ്രവർത്തിച്ചൊരു തെരഞ്ഞെടുപ്പല്ല, RSS നേരിട്ടിറങ്ങി പ്രവർത്തിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എവിടെയാണ് BJPക്ക് വീഴ്ച പറ്റിയത്, എന്താണ് പ്രശ്നമായത്, ഇതെല്ലാം വിലയിരുത്താൻ സ്വാഭാവികമായും RSSന്റെ കൂടി സഹായം BJP നേതൃത്വം, ദേശീയ നേതൃത്വം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും ഒരു അത്തരം നടപടികളിലേക്ക് നേതൃമാറ്റം വേണോ എന്ന കാര്യത്തിലേക്ക് എത്തുക. ഇപ്പോൾ ശോഭാ വിഭാഗം നേതാവ് തന്നെയാണ് N ശിവരാജൻ. അദ്ദേഹം പക്ഷേ സുരേന്ദ്രനെ കുറ്റപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. സുരേന്ദ്രൻ കരുത്തുറ്റ നേതാവാണ്, അദ്ദേഹം തന്നെ തുടരട്ടെ എന്നൊക്കെയുള്ള അഭിപ്രായമാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ പല അഭിപ്രായങ്ങൾ BJPയിൽ ഉയർന്നു വരുന്നുണ്ട്. വലിയൊരു തോൽവി, യഥാർത്ഥത്തിൽ BJP പ്രതീക്ഷിച്ച വോട്ട് പോലും പിടിക്കാനായില്ല എന്നുള്ളത് വലിയ തോൽവി തന്നെയാണ് എന്ന് അംഗീകരിക്കേണ്ടി വരുന്ന സാഹചര്യം നേതൃത്വത്തെ സംബന്ധിച്ചുണ്ട്. അത് തിരുത്തി, താഴെത്തട്ടിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി തിരുത്തി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് BJPക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയായി വരുന്നത്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രമേ എന്തൊക്കെ മാറ്റങ്ങൾ BJPയിൽ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഭവ്യ, തീർച്ചയായും ശ്രീജിത്ത്, മറ്റൊരു കാര്യം, ഈ BJPക്ക് 10,000-ൽ പരം വോട്ട് അവിടെ കുറഞ്ഞ സാഹചര്യത്തിൽ LDFന് 860ഓളം വോട്ടുകൾ കൂടിയതും നമ്മൾ പറയേണ്ടതുണ്ട്. എന്തായാലും അതിലപ്പുറത്തേക്ക് ഈ ഒരു പ്രചാരണ തന്ത്രം പാളിയോ LDFൽ എന്നതും ചർച്ചയാവാൻ സാധ്യതയുണ്ടല്ലേ? തീർച്ചയായും LDFന്റെ പല പ്രചാരണ വിഷയങ്ങളിലും നേരത്തെ തന്നെ പല പ്രശ്നങ്ങളും NN കൃഷ്ണദാസിനെ പോലുള്ളവർ ഉന്നയിച്ചതാണ്. അവിടെ പരസ്യ വിവാദമടക്കമുള്ളവ, അതേപോലെ തന്നെ ഇപ്പുറത്ത് പെട്ടി വിവാദം, ഇതിനെതിരെയൊക്കെ പരസ്യമായി രംഗത്ത് വന്നതാണ്. ഈ പരസ്യ വിവാദം ഒക്കെ കൊണ്ട് അത് വോട്ടിൽ ബാധിച്ചില്ല എന്ന് CPM തന്നെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ CPMന് ആശ്വാസമായിട്ടുള്ളത് വോട്ട് കുറഞ്ഞിട്ടില്ല, അല്പം വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അത് ഇത്രയധികം സംഘടനാ പ്രവർത്തനം മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ പാലക്കാട് പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു വർധനവ് മതിയോ? കണ്ണാടിയിലും മാത്തൂരിലുമൊക്കെ പാർട്ടി ഒന്നാമതെത്തുമെന്നായിരുന്നു കണക്ക്. പക്ഷെ അവിടെ ഒന്നാമത് വേണ്ട വിധത്തിൽ വോട്ട് അത്രത്തോളം വർദ്ധിപ്പിക്കാൻ ആയില്ല എന്നുള്ളത് CPM വിമർശനാത്മകമായി തന്നെ ചിന്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവി അത് വേഗത്തിൽ പഠിച്ച് വളരെ വേഗത്തിൽ നടപടികളിലേക്ക് കടന്ന് തിരുത്തേണ്ടതാണ് എന്ന് ഈ രണ്ട് പ്രസ്ഥാനങ്ങളും, ഇടതുമുന്നണിയും ഒപ്പം തന്നെ NDAയും കരുതുന്നുണ്ട്. കാരണം ഉടൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇപ്പോൾ സി കൃഷ്ണകുമാറൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഷാഫി പറമ്പിൽ നേരത്തെ 2016 വലിയ ഭൂരിപക്ഷം നേടിയ തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം നടന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിലും BJP നഗരഭരണം പിടിച്ചു. അതിന് തൊട്ടു മുമ്പ് 2011 തെരഞ്ഞെടുപ്പിന് ശേഷവും നഗരഭരണം പിടിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ, അതായത് തോൽവികൾക്ക് ശേഷവും, നിയമസഭാ തോൽവികൾക്ക് ശേഷവും നഗരഭരണം പിടിക്കാൻ BJPക്ക് ബുദ്ധിമുട്ടുണ്ടാകാറില്ല. ആ തരത്തിൽ തിരുത്തലുകൾ വരുത്തിയാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് സി കൃഷ്ണകുമാർ പറയുന്നത്. എന്തായാലും പാലക്കാട്ടെ BJPയിൽ ഭിന്നത രൂക്ഷമാണ്. പ്രത്യേകിച്ച് ചെയർപേഴ്സൺ അടക്കമുള്ളവരുടെ വാർഡുകളിൽ വലിയ രീതിയിൽ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. പല നേതാക്കളുടെയും, പ്രധാനപ്പെട്ട നേതാക്കളുടെ, ഇപ്പോൾ കൃഷ്ണദാസ് അടക്കമുള്ള പല നേതാക്കളുടെയും വാർഡുകളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് BJP നേതൃത്വത്തെ ഈ തോൽവിയുടെ ഉത്തരവാദിത്തത്തിൽ ഒരു നേതാക്കൾക്ക് മാറി നിൽക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ഫലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതെങ്ങനെ പരിഹരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. തീർച്ചയായും. G. ശ്രീജിത്താണ് വിശദവിവരങ്ങൾ പാലക്കാട് നിന്നും നൽകിയത്.